മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെടുവാനും ബഹുമാനിക്കപ്പെടുവാനും മാനിക്കപ്പെടുവാനും ആണ് അവൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ വിഷയത്തിലുള്ള മനോഭാവം ദൈവത്തിൻ്റെ വചനത്തിൽ നാം പഠിച്ചിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. മനുഷ്യർ നൽകുന്ന ആദരവും ബഹുമാനവും അംഗീകാരവും മഹത്വവും ഒന്നും കർത്താവിന് അത്രമാത്രം പ്രധാനപ്പെട്ട കാര്യം ആയിരുന്നില്ല. മനുഷ്യർ എപ്പോഴെങ്കിലും തന്നെ പുകഴ്ത്തുന്നതിന് വേണ്ടിയോ നല്ല വാക്കുകൾ പറയുന്നതിന് വേണ്ടിയോ അവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുവാനോ പ്രവർത്തിക്കുവാനോ കർത്താവ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദം ഉള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന ആ പ്രാഗൽഭ്യമായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വയമായിട്ട് പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം എപ്പോഴും അന്വേഷിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്നവനാണ് സത്യവാൻ, അവനിൽ നീതികേടില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ അനുഗമിച്ച അപ്പോസ്തലന്മാരുടെ മനോഭാവം ഇതുതന്നെയായിരുന്നു. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരുപ്പാൻ ഞങ്ങൾക്ക് കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോടോ നിങ്ങളോടോ മറ്റുള്ളവരോടോ ആരോടും മാനം അന്വേഷിച്ചില്ല. ഇതാണ് വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ട മനോഭാവം. ആളുകൾ എന്നെ ബഹുമാനിച്ചില്ല, മാനിച്ചില്ല, എൻ്റെ പേര് നോട്ടീസിൽ വന്നില്ല, എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ പേര് വിട്ടുപോയി, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് മനുഷ്യനാലുള്ള മാനം ആഗ്രഹിക്കുന്ന നമ്മുടെ ജഡസ്വഭാവത്തെ തീർച്ചയായിട്ടും ക്രൂശിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മനുഷ്യരുടെ മാനം, അത് അംഗീകാരവും പേരും ഒക്കെ നേടുവാനുള്ള ആ ത്വര, അത് തീർച്ചയായിട്ടും നമ്മിൽ വളർന്നു വരുവാൻ പാടുള്ളതല്ല. ദൈവത്തിന് ഹിതമല്ലാത്ത പലതും ചെയ്യുവാൻ ആ ചിന്ത നമ്മെ പ്രേരിപ്പിക്കും. അതിൻ്റെ ഉദാഹരണമാണ് പീലാത്തോസും ഹെരോദ രാജാവും. ഹെരോദാവിന് യോഹന്നാൻ സ്നാപകനെ വധിക്കണമെന്ന് ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. എന്നാൽ ആളുകളെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിച്ച അവന് ഒടുവിൽ തനിക്കിഷ്ടമില്ലാത്ത ഒരു വലിയ തിന്മ ചെയ്യേണ്ടി വന്നു. യോഹന്നാൻ സ്നാപകനെ വധിക്കുവാൻ അദ്ദേഹത്തിന് കൽപ്പന ഇടേണ്ടതായിട്ട് വന്നു. കാരണം താനെപ്പോഴും മനുഷ്യൻ്റെ മതിപ്പും ബഹുമാനവും ഒക്കെ ആഗ്രഹിച്ചിരുന്നു. പീലാത്തോസിനും സംഭവിച്ചത് ഇതുതന്നെയാണ്. ആളുകളുടെ ജനസമ്മതി നേടുവാൻ കൊതിച്ച, കൈസറുടെ സ്നേഹിതൻ ആകുവാൻ ആഗ്രഹിച്ച പീലാത്തോസിൻ്റെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യരാലുള്ള മാനം അന്വേഷിച്ച ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ
വിശ്വസിക്കുവാൻ കഴിയും എന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ. ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത്, നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട് എന്ന് പരീശന്മാരോട് പറഞ്ഞ യേശുവിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് ഹൃദയത്തിൽ കരുതുവാൻ കഴിയട്ടെ. മനുഷ്യനെപ്പോഴും മറ്റുള്ളവർ തങ്ങളെ ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെയും പദവിയുടെയും അവരുടെ പ്രത്യേക താല്പര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജനം തങ്ങളെ ബഹുമാനിക്കണം എന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഏവർക്കും അനുഗമിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ് മാതൃകയായിട്ടുള്ളത്. യേശു പറഞ്ഞു, ഞാൻ ഒരിക്കലും മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഈ വചനം നമുക്കും അനുഗ്രഹമായിട്ട് തീരട്ടെ. ആളുകളുടെ മുമ്പിൽ മതിപ്പുളവാക്കുവാനോ ആളുകളുടെ കയ്യടി നേടുവാനോ ഒരിക്കലും നാം പരിശ്രമിക്കാതെ പിതാവായ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട്, ഞാൻ അവനിഷ്ടമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിടുകയില്ല എന്ന ഉറപ്പോടെ നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. കർത്താവേ, അവിടുത്തെ വചനപ്രകാരം ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.